ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. 1/4 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ റവ ഇതുപോലെ ചെയ്യാൻ. പെട്ടെന്ന് കട്ട പിടിക്കാതെ നോക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. വലിയൊരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിതുപോലെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചതാണ്. അതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇത് നല്ലൊന്നിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ കട്ടൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് റവയും നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവാള കനം കുറച്ച് ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞൊരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചതച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ. നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ തേച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റവയും ഉപ്പിട്ടിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഉപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കതിൽ കുറച്ച് ഉപ്പ് കുറവായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം നല്ലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാം. ഞാൻ അപ്പോൾ അതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പൊരിക്കാനുള്ള ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത്, നല്ല ചൂടാണ് കേട്ടോ, ആ സമയത്ത് വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ വേണം കേട്ടോ കോരി മാറ്റാൻ.
നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.